ദൈവത്തിന് സ്തോത്രം. ഈ വർഷം നമുക്കറിയാം, നമ്മുടെ മഹാനവമിയുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ശക്തിപ്പെടുകയും പോരാടുകയും എന്നുള്ളതാണ്. ശക്തിപ്പെടുകയും പോരാടുകയും. ഞാൻ വെള്ളിയാഴ്ച പറയുകയുണ്ടായി, വേദപുസ്തകത്തിൽ ഏകദേശം 46 പ്രാവശ്യം നാം ശക്തിപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ ദൈവശാസ്ത്ര ചിന്താപരമായിട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം അതിപ്രധാനമായ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അങ്ങനെയെങ്കിൽ ശക്തിപ്പെടുവാനായിട്ട്, ദൈവമക്കളോട് ശക്തിപ്പെടുവാനായിട്ട് 46 തവണ വേദപുസ്തകം ഓർമ്മിക്കുക, ശക്തി പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക. എങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. 5 കാര്യങ്ങൾ നാം വെള്ളിയാഴ്ച ചിന്തിച്ചു. ഒന്നാമത് നാം മനസ്സിലാക്കിയത് ദൈവത്തിന്റെ കൃപയാണ് ശക്തിപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത് നാം കണ്ടത് യഹോവയെ കാത്തിരുന്ന ശക്തി പ്രാപിക്കുക. മൂന്നാമത്തത് യഹോവയായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ശക്തി എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകും. നാലാമത് നാം ചിന്തിച്ചിരുന്നത് ഉണർന്നിരുന്നുണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കൂടെ നാം ശക്തി പ്രാപിക്കും. അഞ്ചാമത് നാം ചിന്തിച്ചത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ശക്തനാക്കുന്നവൻ ദൈവമാണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉളവാകും. അതിന്റെ 2-3 കാര്യങ്ങൾ കൂടെ ഇന്ന് രാത്രി ചിന്തിക്കുവാനായിട്ട് കർത്താവിനാണ്. എങ്ങനെ ശക്തി പ്രാപിക്കാം? 6-ാമത്തെ കാര്യം ഒരിക്കൽ എഴുതിയ ലേഖനം എടുത്താൽ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഒരിക്കൽ എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ കാര്യം, നാം ദൈവസന്നിധിയിൽ ശക്തിപ്പെടുവാനായിട്ടുള്ള 6-ാമത്തെ കാര്യം ദൈവത്തിന്റെ കൃപ പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ കൃപ. പൗലോസിന് വേദപുസ്തകം പറയുന്നു, പൗലോസിന്റെ പേര് ഒരു ശൂലം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പൗലോസിന് ഒരു രോഗമുണ്ടായി. വേദപണ്ഡിതന്മാരൊക്കെ ആ രോഗം നല്ലതായിട്ട് പറയുന്നത്. ചിലര് പറയുന്നത് അൾസറാണ് പൗലോസിനുണ്ടായിരുന്ന രോഗം. ചിലര് പറയുന്ന അൾസറല്ല, കൊടിഞ്ഞ മൈഗ്രൈൻ, അതാണ് പൗലോസിനുണ്ടായത്. ചിലര് പറയുന്നത് രണ്ടുമല്ല, പൗലോസിന് വേറെ എന്തൊക്കെയോ രോഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ രോഗം എന്താണെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്നാൽ പൗലോസ് ഈ രോഗം മാറേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ആ രോഗം അവിടെ ഇരുന്നുകൊള്ളട്ടെ, എന്റെ കൃപ നിനക്കുമാണ്. ദൈവത്തിന് ഇഷ്ടം. വേദപുസ്തകം പറയുന്ന ദൈവകൃപ നമ്മളിൽ വെളിപ്പെട്ടു വരുവാനായിട്ടാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പൊ നമ്മൾ ശക്തി പ്രാപിക്കണമെങ്കിൽ നമുക്കുള്ള 6-ാമത്തെ പ്രത്യേകത ദൈവകൃപ. അപ്പൊ ദൈവകൃപ എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്? നമുക്കറിയാം, ഈ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ സമയത്ത് മറിയും അവരെ കണ്ടുമുട്ടുന്ന ഒരു ഭാഗമുണ്ടല്ലോ. അവിടെ എലിസബത്ത് എന്ന് പറയുന്നത് കൃപ ലഭിച്ചവര് നിനക്ക് വന്ദനം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിക്കണമെങ്കിൽ അതൊരു വലിയ ആത്മീയമായിട്ടുള്ള അർത്ഥമാണ് അതിനകത്ത്. കൃപ ലഭിച്ചവരുടെ അകത്ത് ആരുണ്ട്? യേശു. ദൈവത്തിന് സ്വന്തം. അതിനു മുമ്പ് വലിയ ആരും അവരെ വിളിച്ചിട്ടില്ല. കൃപ ലഭിച്ചവർ ആദ്യമായിട്ട് എലിസബത്താണ് ചെന്ന മറിയെ വിളിക്കുന്നത്. കൃപ ലഭിച്ചവരുടെ നിനക്ക് വന്ദനം. എന്താ അതിന്റെ കാരണം? അവളുടെ അകത്ത് ആരുണ്ട്? സർവ്വലോകത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്റെ
സാന്നിധ്യം. അപ്പോൾ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ടാകും. ആ കൃപയാണ് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനായിട്ട് നമ്മളെ ശക്തിയും. നമുക്ക് ശക്തിയോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയണമെങ്കിൽ ആ ദൈവ കൃപ വേണം. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ ഒരു പ്രത്യേക പശ്ചാത്തലം നമ്മൾ ദൈവജനം എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് പറയാറുണ്ട്, CSI കാലം അവര് വിശ്വാസത്തിൽ നിന്ന് പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പിശാച് അവരെ പിടിച്ച് അവരുടെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞിട്ട് അവർ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും. വേറെ ഒരു മതത്തിലും നമുക്ക് കാണാൻ, ഒരു വിശ്വാസത്തിന് കാണാൻ പറ്റാത്ത അത്രയും ദയനീയമായ ഒരു പരാജയം CSI സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശബരിമലയിലെ ഒരു കണക്ക് വായിച്ചു. കഴിഞ്ഞ വർഷത്തെ ആ സമയത്തിനുള്ളിൽ ശബരിമല 3 ഇരട്ടി ജനമുറച്ചു. കത്തോലിക്കരുടെ വിശ്വാസത്തെ നാം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരാധനകളും വിശ്വാസങ്ങളും ഒക്കെ ആരാധന എത്ര രാവിലെ വെച്ചാലും, എത്ര രാത്രിക്ക് വെച്ചാലും, എത്ര പകൽ വെച്ചാലും, എപ്പോൾ അവർ ആരാധന വെച്ചാലും ആ ഒരു വിശ്വാസ ജനം അവിടെ ഓടിക്കൂടി ദൈവത്തെ ആരാധിക്കുന്നവരെ അവരുടെ സത്യത്തിൽ നിന്നോ ദൈവത്തെ ആരാധിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പെന്തിക്കോസ്ത് വിഭാഗങ്ങളെ നാം നോക്കുകയാണെങ്കിൽ അവരുടെ ആരാധനകളൊന്നും അവർ പുറത്തുകയും, എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്, നമ്മുടെ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ആൾക്കാരില്ല. നമുക്കത് വലിയ പ്രശ്നമല്ലാതെ മാറി. കാരണം ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മുടെ വിശ്വാസം നഷ്ടമായാൽ നമ്മുടെ തലമുറ വിശ്വാസം ത്യജിക്കുന്നവരാണ്. മനസ്സിലായോ? വേദപുസ്തകത്തിലാകും ചരിത്രമുണ്ട്. ആ ചരിത്രം നമുക്ക് ചിന്തിക്കാൻ സമയമില്ലാത്തത് ഞാൻ പറയുകയാണ്. അപ്പൻ ദൈവമക്കളെ നിരോധിച്ച ഒരു മനുഷ്യനാണ്. മകൻ എന്ത് ചെയ്തു? ആരാധന തടസ്സപ്പെട്ടു. മകന്റെ മകൻ ആരാധനാലയം കുഴിച്ചു. നോക്കുക, അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നന്മ, നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപ, നമ്മൾ അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങളും നമ്മുടെ പിതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ നമ്മൾ അറിഞ്ഞു വന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചതായിരിക്കും. ഈ നന്മ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് അവരെ ആ നന്മയിലേക്ക് കൊണ്ടുവരുന്നില്ലായിരിക്കും അവരുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും. യാതൊരു സംശയവും. ലോക ചരിത്രത്തിലും വേദപുസ്തക ചരിത്രത്തിലും അങ്ങനെ ധാരാളം സംഭവങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവകൃപ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ദൈവത്തിന്റെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ അകത്ത് പ്രസാദകരമായ ഒരു സ്ഥാനം കൊടുത്താൽ മാത്രമേ ദൈവകൃപ പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് നാം ശക്തീകരിക്കപ്പെടണമെങ്കിൽ, ശക്തിയോടെ ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ ഈ ദൈവകൃപ നമ്മുടെ അകത്ത് ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ആറാമത്തെ കാര്യം ദൈവകൃപ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരൊക്കെ അറിവില്ലാത്ത ശിഷ്യന്മാരായിരുന്നു. അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നത് അവരുടെ അറിവിൽ നിന്നുകൊണ്ടാണ്. ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നത് അവരുടെ അറിവല്ല, മറിച്ച് ദൈവകൃപ അവരുടെ മുന്നിൽ വന്നതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കൃപ പ്രാപിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിരിക്കും. വീണ്ടും നാം നോക്കുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, 1-ാം പുസ്തകം, അതിൽ 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ദിനവൃത്താന്തങ്ങൾ 1 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചാൽ. യഹോവയെ അവന്റെ ശക്തിയെയും തേടുവിൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. നാം ശക്തിപ്പെടുവാൻ ഉള്ള അടുത്ത സംഗതി എന്ന് പറയുന്നത് യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവിൻ, അവന്റെ മുഖം
നിരന്തരം അന്വേഷിക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവയെയും അവന്റെ ശക്തിയെയും തേടും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ചിന്തിച്ച കാര്യം, ദാവീദ് ഈ യഹോവയുടെ ശക്തിയെ തേടി കണ്ടെത്തി. അവൻ സിംഹത്തിന്റെ നേരെ ചെന്നതും ഗോലിയാത്തിന്റെ നേരെ നിന്നതും ജനത്തെ അനേകം ശത്രു സൈന്യങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചതും അതെല്ലാം ദാവീദ് ചെയ്തത് ദൈവത്തിന്റെ ശക്തിയാണ്. അവന്റെ ശക്തിയെ തേടി ചെന്നതുകൊണ്ട് ആ തേടിയ ശക്തി അവൻ കണ്ടെത്തി. അതിൽ നിന്നാണ് ദാവീദ് പോരാടി. നമുക്കറിയാം, ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് നിന്നപ്പോൾ പറഞ്ഞ വാക്കാണ്, ഞാൻ നിന്റെ നേരെ വരുന്നതോ നീ വിമ്പിച്ച സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ നാമത്തിലാണ്, ആ യഹോവയുടെ നാമത്തിലാണ്. അപ്പോൾ ആ നാമത്തിലുള്ളതായിരിക്കുന്ന ദൈവിക ശക്തിയെ കണ്ടെത്തുവാൻ ദാവീദിന് സാധ്യമായിട്ടുണ്ട്. ഇവിടെ വേദപുസ്തകം പറയുന്ന യഹോവയെയും അവന്റെ ശക്തിയെയും തേടി. യഹോവയെ കണ്ടെത്താതെ യഹോവയുടെ ശക്തിയെ കണ്ടെത്തുവാനായിട്ട് സാധ്യത. അത് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന അവന്റെ മുഖം എന്ത് ചെയ്യണം? നിരന്തരം അന്വേഷിക്കുന്നവരായിട്ട്. ഒരിക്കൽ കർത്താവിന്റെ മുഖം കണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ആ മുഖം കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുകയല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടോ എന്ന് അനുദിനം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ദൈവശക്തി പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. അതുകൊണ്ട് ഏഴാമത്തെ കാര്യം, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഏലിയാവിനെ നമുക്കറിയാം, മോശയെ നമുക്കറിയാം. അവരൊക്കെ ദൈവത്തിന്റെ മുഖം കണ്ട. യോശുവയെ നമുക്കറിയാം, അവരൊക്കെ കർത്താവിന്റെ മുഖം ദർശിച്ച് ശക്തി പ്രാപിച്ചവർ, ദൈവത്തിന്റെ മുഖം കണ്ട് ശക്തി പ്രാപിച്ചവർ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവമുഖം അന്വേഷിച്ച് ശക്തി പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നു. എട്ടാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ദൈവകൃപ അന്വേഷിച്ച് കണ്ടെത്തുക. ഏഴാമത്തെ പ്രത്യേകത, യഹോവയെയും ശക്തിയെയും തേടി അതിനെ കണ്ടെത്തി ശക്തരായിരിക്കുക. എട്ടാമത്തെ പ്രത്യേകത, എഴുതാത്ത നെഹമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. നെഹമ്യാ പ്രവചനം 8-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ അവസാനം. അവിടെ ദൈവത്തിന്റെ സ്തോത്രം, അടുത്ത ബലം ദൈവം നമ്മോട് അറിയിക്കുകയാണ്. നെഹമ്യാ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെയ്ത് അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് ഞങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടുള്ളവർക്ക് പകർച്ച കൊടുത്തയക്കും. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. നിങ്ങളുടെ ബലമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ വിഷയമാണ്. അത് അതിന്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യഹോവയെങ്കിലെ സന്തോഷം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാണ്. നമ്മുടെ ബലം ദൈവത്തിലെ ആ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടമായി പോകുന്നു. നമ്മുടെ ക്രിസ്ത്യാനികളിൽ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ ഇന്ന് ജീവിതത്തിൽ പരാജയത്തിന്റെ നെല്ലിപ്പലകൾ കാണുന്നവർ. എവിടെയാണ് അതിന്റെ കാര്യം? ചിലർ എത്ര അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ നന്മയുണ്ടാകുന്നു, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ഒരു അനുഗ്രഹത്തിലേക്ക് വരുന്നു. എന്താ അതിന്റെ കാരണം? ഈ ദൈവത്തിന്റെ സന്തോഷം നഷ്ടമായി പോകുന്നതാണ്. ദൈവത്തിന്റെ സന്തോഷം നഷ്ടമാകും. നമുക്കറിയാം, യൂദയെ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറോട് ചേർത്തിരുന്നത്, ഒരു അത്യുന്നതനായിരുന്ന ദൈവത്തോട് ചേർത്തിരുന്നത്. പക്ഷേ ആ ദൈവത്തിലുള്ള സന്തോഷം അവന് നഷ്ടമായിട്ട് അവന്റെ സന്തോഷം എവിടെ പോയി? പണസമ്പാദനത്തിലേക്ക്. അവൻ പണത്തിന്റെ ആ ഒരു ആഗ്രഹത്തിലേക്ക് കടന്നുപോയപ്പോൾ
യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്തപ്പോൾ അവരുടേതായിരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോയി. അവരുടെ ജീവിതം പരാജയമായി പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. യഹോവയെ ആരെല്ലാം തള്ളിക്കളഞ്ഞുവോ, യഹോവയെ ആരെല്ലാം ഉപേക്ഷിച്ചോ, നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടോ ധൂർത്തപുത്രൻ, നമ്മളതിനെ പുണ്യപുത്രൻ എന്ന് വിളിക്കണം, അതിന് പേര് വേദപുസ്തകത്തിലില്ല. ധൂർത്തപുത്രനെ നമുക്ക് കാണാം. അവനവന്റെ ജീവിതത്തിൽ അവന്റെ അപ്പനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹത്തോടെ ജീവിച്ചവൻ. പക്ഷെ അവൻ അപ്പന്റെ ഭവനം വിട്ട് ഇറങ്ങിയപ്പോൾ അവൻ ആദ്യം ഒരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അവൻ അതീവ ദുഃഖത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിനുള്ള നമ്മുടെ ആശ്രയവും കർത്താവിനുള്ള നമ്മുടെ ബലവും കർത്താവിനുള്ള വിശ്വാസവും നഷ്ടമാകുമ്പോൾ അതിന്റെ ഉടയവരായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നോ പടിയിറങ്ങി പോകുവാനിടയായി. അങ്ങനെ പടിയിറങ്ങി പോകുമ്പോഴാണ് ജീവിതം ദുഃഖപൂർണമായി തീരുന്നത്. അങ്ങനെ ദുഃഖപൂർണമായി തീരുന്ന ജീവിതമാണ് ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഹോവയുടെ ബലമാണെന്ന് വിശ്വസിച്ച് ആ ബലമാകുന്ന ദൈവത്തെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ച അത് നമുക്കൊരു അത്യധികമായിരിക്കുന്ന ശക്തിയായി നിഴലിക്കുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമായി തീരണം. നമുക്കറിയാം, എരിഹോ മതിൽ അവിടെ വീണു. എങ്ങനെയാ വീഴുന്നു? അവരാരും ഒരു കമ്പി കൊണ്ട് ഒരു അലവാപ്പെടുത്തത് കുത്തിയില്ല, ഒരു കൂടമെടുത്ത് അടിച്ചില്ല, അതിനെ ആരും തള്ളിയില്ല. പക്ഷേ അവിടെ ഏഴാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി നടന്നതിന് ശേഷം യഹോവ പറഞ്ഞു, നിങ്ങൾ ഉച്ചത്തിൽ ആർക്ക് സന്തോഷിക്കണം. അതിന്റെ ശരിക്കുള്ള മൂല ഭാഷയിലെ അർത്ഥമാണ്, നിങ്ങൾ ഉച്ചത്തിൽ ആർക്ക് സന്തോഷിക്കുക. അവരങ്ങനെ ആർക്ക് സന്തോഷിച്ചു? അവരുടെ മുമ്പിൽ പ്രതിബന്ധമായി നിന്ന ആ വൻമാവിലും നിലംപൊത്തി. ദൈവത്തിന്റെ സ്തോത്രം. അവർ ദൈവത്തിന്റെ സന്തോഷമാണ്, ദൈവത്തോടുള്ളതായിരിക്കുന്ന സന്തോഷമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മെ നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ ശക്തിയുള്ളവരാണ്, ദൈവകൃപയിൽ ശക്തിപ്പെടുന്നവരാണ്, ദൈവത്തിന്റെ സന്തോഷത്തിൽ ശക്തിപ്പെടുന്നവരാണ്, ദൈവമുഖം അന്വേഷിച്ച ബലം പ്രാപിക്കുന്നവരായി തീരണം. ആ ബലത്താൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ആ ബലം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പൗലോസ് പറഞ്ഞു, ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ലഭിക്കുവാനുള്ള ദൈവകൃപയെ ഓർക്കാൻ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ അനവധിയായിരിക്കുന്ന കഷ്ടങ്ങൾ വേദപുസ്തകം പറയുന്നത്, ദൈവമക്കൾക്ക് ലോകത്തിൽ കഷ്ടതയും പ്രയാസവും ദുഃഖവും വേദനയും. എന്നാൽ അതിന്റെ മധ്യത്തിൽ സന്തോഷകരമായി ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ദൈവ സാന്നിധ്യം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പറയുന്ന ആ ഒരു വലിയ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ സന്തോഷത്തോടുകൂടെ നിൽക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്. നിങ്ങൾക്ക് ലോകത്തെ കഷ്ടമുണ്ട് എങ്കിലും സന്തോഷിപ്പിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകും. ആ